നമസ്കാരം. നമ്മളെല്ലാവരും ഒരു ദിവസം ജനിക്കുന്നു, കുറച്ചു കാലം ജീവിതത്തിൽ എങ്ങനെ നമ്മൾ ജീവിച്ചു പോകുന്നു, ഒരു ദിവസം മരിച്ചു പോകുന്നു. വാസ്തവത്തിൽ ഇത്രയൊക്കെയാണോ ജീവിതം? അങ്ങനെയാണോ നമ്മൾ ജീവിതത്തിനെ കാണേണ്ടത്? ജീവിതത്തിൽ ഓരോ ക്ഷണവും ഓരോ അടുത്തത് എന്താണ് എന്നൊരു ആകാംക്ഷയോടെ നമ്മൾ കാത്തിരുന്ന്, അത് പ്രശ്നങ്ങളായിരിക്കാം, സന്തോഷങ്ങളായിരിക്കാം. സന്തോഷങ്ങളാണെങ്കിൽ ആഘോഷിക്കാം, പ്രശ്നങ്ങളാണെങ്കിൽ അതിനെ നമ്മൾ അതിജീവിച്ച് പോകണം. അങ്ങനെ അതിജീവിച്ച് പോകുന്ന ഒരു ജീവിതത്തിലാണ് ഏറ്റവും അധികം വിജയമുള്ളൂ. ജീവിതത്തിൽ അധികം വിജയം കൈവരിച്ച എല്ലാവരും കുറേ പ്രശ്നങ്ങൾ നേരിട്ടവരാണ്. ജീവിതത്തിൽ പല പ്രശ്നങ്ങളെയും അതിജീവിച്ചവരാണ്. പലപ്പോഴും നമുക്ക് ഒരു പ്രചോദനം കിട്ടുന്നത് അങ്ങനെ ജീവിതത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് അത്യധികം വിജയത്തിൻ്റെ എന്താ പറയുക, വിജയത്തിൽ എത്രത്തോളം കൺസിസ്റ്റൻസി കിട്ടുമോ, അങ്ങനെ അതാണ് ഒരു വിജയത്തിൽ പോയി കഴിഞ്ഞ ശേഷം പിന്നെ തോൽക്കുന്ന ആ ഒരു ശ്രേണിയല്ല ഞാൻ പറയുന്നത്. തുടർന്ന് കൺസിസ്റ്റൻ്റായിട്ട് ജയിക്കാനൊക്കെ പറ്റുന്നവരുടെ മനസ്സിലുള്ള ആ ദൃഢദാർഢ്യം, പിന്നെ അവർക്കുള്ള ആ കഴിവ്, അതിനുള്ള അവരുടെ പരിശീലനം, ആത്മീയമായിട്ടും എല്ലാം ഉള്ള അവരെ പരിശീലനം. തമിഴിലൊരു നല്ല പാട്ടുണ്ട്, നമുക്കും കീഴേ ഉള്ളവർ കൂടി നിனைத்து പാർത്ത് നിമ്മതി നാട് എന്നൊരു പാട്ടുണ്ട്. അതായത് നമുക്കും താഴെ എത്രയോ പേര് നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവരുണ്ട്. പക്ഷെ അവരൊക്കെ ജീവിക്കുന്നത് കാണുമ്പോൾ, അവർ ജീവിതത്തെ അതിജീവിക്കുന്നത് കാണുമ്പോൾ അത് പ്രചോദനമാക്കി കൊണ്ടിട്ട് നമ്മൾ സമാധാനമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളെ നേരിടണം എന്നുള്ള അർത്ഥത്തിൽ എഴുതിയ 2 വരിയാണത്. നമ്മൾ സാധാരണ ചെറിയൊരു ദുഃഖം വരുമ്പോൾ ജീവിതത്തിൽ നമുക്കുള്ള ദുഃഖം പോലെ വേറെ ആർക്കും ഇല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തല ഭാരമാക്കി ദുഃഖിച്ച് കരഞ്ഞ് ഡിപ്രഷൻ അടിച്ച് അല്ലേ, എല്ലാവർക്കും അങ്ങനെ ദുഃഖിക്കാത്ത ആൾക്കാർ ഈ ലോകത്ത് ആരുമില്ല. അവിടെയാണ് ഈ പാട്ടിനൊരു പ്രസക്തി. എന്താണെന്ന് വെച്ചാൽ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർ ജീവിതത്തിനെ അവർ അതിജീവിച്ചത് നോക്കൂ. കണ്ണുകളില്ലാത്ത ഒരു അന്ധൻ പോലും അവൻ എന്തെങ്കിലും ചെയ്ത് ജീവിക്കുന്നുണ്ട്, പാട്ട് പാടി ജീവിക്കുന്നുണ്ട്. ചിലർ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികൾ, ടെലിഫോൺ ഓപ്പറേറ്റേഴ്സൊക്കെ ആയിട്ട് പണ്ടൊക്കെ ജോലി ചെയ്തിരുന്നു കണ്ണ് കാണാത്ത ആൾക്കാർ. ഇപ്പോഴൊക്കെ ഓൺലൈനിൽ ടീച്ചിങ് ചെയ്യുന്ന കണ്ണ് കാണാത്ത ആൾക്കാരുണ്ട്. കാലില്ലാത്ത ആൾക്കാരും അവർ ജീവിക്കുന്നുണ്ട്, അവർ മരണപ്പെടുന്നില്ല. അപ്പം അവരെയൊക്കെ കാണുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളൊന്നും അല്ലല്ലോ എന്ന് നമുക്ക് സമാധാനിക്കുക മാത്രമല്ല, അത് പ്രചോദനമായിട്ട് എടുത്ത് നമ്മളും നമ്മുടെ ജീവിതത്തിനെ അതിജീവിച്ച് ജീവിതത്തിലുള്ള എന്തൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള വിജയം, ആ വിജയം അതിനെ നോക്കി നമ്മൾ യാത്ര ചെയ്ത് വിജയത്തിനെ നമുക്ക് സ്വീകരിക്കാം. ഈ പറഞ്ഞതിനൊക്കെ അടിസ്ഥാനമായിട്ട് ഞാനൊരു കഥാപാത്രത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താണ്. അവർ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഫേസ്ബുക്കിൽ ഞാൻ വളരെ ആക്റ്റീവായിരിക്കുന്ന സമയത്ത് വളരെ സ്വാർത്ഥനായിരുന്നു ഞാൻ. മറ്റുള്ളവരൊന്നും പോയി വായിക്കാൻ എനിക്ക് സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ എഴുതും, അതിന് വരുന്ന നല്ല കമൻസ് മാത്രം ഞാൻ എന്തെങ്കിലും ഉത്തരം കൊടുത്തിട്ട് ഞാനിങ്ങനെ ഓടും ജോലിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പം ഞാൻ ഫേസ്ബുക്കിലൊന്നും ആക്റ്റീവ് അല്ല. ഈ ആത്മീയമായിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കാനും ഇങ്ങനെയൊക്കെ ഷെയർ ചെയ്യാനൊക്കെ സമയം ഞാൻ കണ്ടെത്തി. അതിനുവേണ്ടി ഓരോ കാലവും ഓരോന്നിനായിട്ട് മാറ്റിവെക്കേണ്ട ഒരു അനുഭവം നമ്മുടെ ഗുരുക്കന്മാർക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ കാലവും സ്കൂളിൽ പഠിക്കാൻ പറ്റില്ലല്ലോ, എല്ലാ സമയത്തും അമ്പലത്തിൽ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എല്ലാത്തിനോട് സമയമുണ്ട്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഫേസ്ബുക്കിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല. പക്ഷെ ആക്റ്റീവായിരുന്ന സമയത്ത് ഒരു അമ്മയുടെ എഴുത്ത് വളരെ നന്നായിരിക്കും എന്ന് വെച്ചാൽ ഞാൻ എക്സാഗറേറ്റ് ചെയ്ത് പറയല്ല. അവർ ഒരു സുഗതകുമാരി അമ്മ, അല്ല ബാലാമണി അമ്മ, പിന്നെ നമുക്കൊക്കെ ഇഷ്ടപ്പെട്ട കമല സുരയ്യ അമ്മ, മാധവിക്കുട്ടി അമ്മ, എന്തിനത്ര MT വാസുദേവൻ അങ്കിളിൻ്റെയൊക്കെ സാറിൻ്റെയൊക്കെ സമമായിട്ട് അല്ലെങ്കിൽ ഒരുപിടി മേലെയായിട്ടുണ്ടാവും അവരുടെ എഴുത്ത്. പക്ഷേ നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് അവരതുപോലെ ആയില്ല? എല്ലാവർക്കും എല്ലാ കഴിവുള്ള ആൾക്കാരും വെളിച്ചത്തിലേക്ക് വരാൻ സാധിക്കുന്നില്ല. അതിന് പല കാരണങ്ങളും കാണും. അവരൊരു ഇസ്ലാമിക കുടുംബത്തിൽ നിന്നാണ്. നന്നായി അവർ എഴുതും. എല്ലാ കൊച്ചു ലേഖനങ്ങൾ പോലും വളരെ ഭംഗിയായിട്ട്, പിന്നെ മോട്ടിവേഷനായിട്ടുള്ള അവർ എഴുതാറുണ്ട്. അപ്പം എനിക്ക് അവരൊരു പരിചയമില്ല. പക്ഷേ ഞാൻ അപൂർവമായിട്ട് ചിലരുടെ വലിയ എഴുത്തുകാരുടെ നല്ല കവിതകൾ അങ്ങനെ 4-5 പേരുടെ തുടർന്ന് വായിച്ചു വരുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ദിവസം ഇവരുടെ പേര് മുസ്ലിം പേരാണ്, പക്ഷേ ഒരു വിഷുവെ പറ്റി അവർ എഴുതിയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു.
വിഷു എന്താണ് വിഷു, എന്തുകൊണ്ടാണ് നമ്മൾ വിഷു അത് നമ്മൾ ആഘോഷിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അതിഗംഭീരമായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അവരുടെ ഭാഷ, നമ്മളൊക്കെ സംസാരിക്കുന്ന സാധാരണ ഒരു ഭാഷ, പക്ഷേ അവർ വളരെ ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഭാഷ. നമുക്ക് സാധാരണ കാര്യങ്ങൾ മനോഹരമാക്കി വാക്കുകൾ കൊണ്ട് നമുക്ക് പറയാലോ അല്ലേ. അതൊക്കെ ഓരോ വാക്കുകളും ഒരു വൈരങ്ങളായിട്ടും വൈഡൂര്യങ്ങളായിട്ടും നല്ലൊരു ഭാഷ, വളരെ റിച്ച് ആയിട്ടുള്ള ഭാഷ. അപ്പം ഞാനതിൻ്റെ ഒരു എന്താ പറയുക, പക്ഷേ ഓരോ വാക്കിലും അവർക്കൊരു വാത്സല്യം ഉണ്ടായിരുന്നു, ഒരു സ്നേഹം ഉണ്ടായിരുന്നു, കരുണ. പല സമയങ്ങളിൽ രാഷ്ട്രീയവും അവർ എഴുതാറുണ്ട്. അതിലൊക്കെ സർക്കാരിൻ്റെ തെറ്റുകളൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അത് വിമർശിച്ചിട്ടുമുണ്ട്. അതേസമയത്ത് സർക്കാരിൻ്റെ നല്ല കാര്യങ്ങളും അവർ മടിച്ചിട്ടില്ല. അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു എഴുത്തുകാരിയായിട്ടാണ് ഞാൻ അവരെ കാണുന്നത്. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം എങ്ങനെയാണ് ഇവരിങ്ങനെ നന്നായിട്ട് മലയാളം എഴുതുന്നത്, അതിനെപ്പറ്റി അവർ മലയാളം ടീച്ചറാണോ എന്ന് കുറച്ച് അവരെ പറ്റിയൊക്കെ അറിയാനായിട്ട് എനിക്കൊരു ഇഷ്ടം തോന്നി. പക്ഷേ എങ്ങനെയാണ് കാലത്ത് മെസ്സേഞ്ചറിലൊക്കെ പോയിട്ട്, ഇംഗ്ലീഷ് വെബ്സൈറ്റിലൊന്നും ഫേസ്ബുക്കിൽ പ്രോബ്ലം ഇല്ല, ഇവിടെയൊക്കെ ഒരു മെസ്സേഞ്ചറിൽ പോയിട്ട് നിങ്ങളോട് സംസാരിക്കണം, നിങ്ങളുടെ നമ്പർ എന്താണെന്നൊക്കെ ചോദിക്കുന്നത് വളരെ സംസ്കാര വിരുദ്ധമാണ്. അപ്പോൾ എനിക്ക് തന്നെ എനിക്ക് മെസ്സേഞ്ചറിൽ അയക്കുന്നതിന് ഞാൻ ഉത്തരം കൊടുക്കാറില്ല, എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ എങ്ങനെയാണ് സംസാരിക്കുക, അങ്ങനെ വിട്ടു. കുറച്ച് ദിവസം കാണുമ്പോൾ ഇവരെ കാണാനില്ല, ഫേസ്ബുക്കിൽ ഇവരെ ഇല്ല. അപ്പോൾ ഞാൻ എപ്പോഴും പോയി നോക്കുമ്പോൾ ഒക്കെ ഈ എന്നോ എഴുതിയ പോസ്റ്റ് മാത്രമേ അവിടെ ഉള്ളൂ. ആരോടെ ചോദിക്കുക, ഒന്നും. എനിക്ക് ഫേസ്ബുക്കിൽ വളരെ വളരെ കുറവായിട്ടുള്ള ഫ്രണ്ട്സാണ്, എനിക്കറിഞ്ഞ ഫ്രണ്ട്സിനെ ഇവർക്കും അറിയില്ല. അപ്പോൾ കുറേ കാലം നോക്കി പെട്ടെന്ന് ഒരു ദിവസം അവരൊരു പോസ്റ്റ് ഞാൻ കണ്ടു. അതെന്താണെന്ന് വെച്ചാൽ അവർക്ക് അസുഖമായിരുന്നു, ഒരു ആശുപത്രിക്ക് വരുന്നു, 5 നിമിഷം കൊണ്ട് ചെയ്യേണ്ട ഒരു ട്രീറ്റ്മെൻറ്റിന് അവർ ഉപദ്രവിച്ച് എന്തൊക്കെയോ ആംബുലൻസിൽ കൊണ്ടുപോയി എന്തൊക്കെയോ ചെയ്തവർക്ക്. അത് കഴിഞ്ഞ് അവർ ഫാമിലി ഡോക്ടറിനെ കാര്യങ്ങളൊക്കെ അറിയിച്ചപ്പോൾ ആ ഫാമിലി ഡോക്ടർ വന്നു, അയ്യോ എന്തിനാണ് മാഡം ഇങ്ങനെയൊക്കെ കഷ്ടപ്പെടുന്നു പറഞ്ഞ് അവരെ കുടുംബക്കാരോടൊക്കെ പറഞ്ഞ് അവർ ആ പ്രശ്നം 5 നിമിഷം കൊണ്ട് തീർത്തു കൊടുത്തു. ഇത് വായിച്ച സമയത്ത് എനിക്ക് വല്ലാതെ ഈ ഇങ്ങനെ പണം മെഡിക്കൽ ലൈനിൽ ഈ സേവനം എന്നുള്ള പേരിൽ ഇങ്ങനെ പണം തട്ടിപ്പ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് വല്ലാത്ത ദേഷ്യം വന്നു. അതേ സമയത്ത് ഈ ഒരു അമ്മ അങ്ങനെ വിഷമിക്കുന്നല്ലോ, എന്തോരം വേദന കൂടെ അനുഭവിച്ച് കാണും, എത്ര മാനസികമായ സംഘർഷം അവർക്ക് ഉണ്ടാകുന്നുള്ള ചിന്തയും എന്നെ അലട്ടി. അന്ന് ഞാനൊരു കമൻറ്റിൽ ഞാൻ എഴുതി, സുരേഷാണ്, ഞാനിങ്ങനെ നിങ്ങളോട് ഇതൊക്കെ തുടർന്ന് ഞാൻ നിങ്ങളുടെ പോസ്റ്റൊക്കെ വായിക്കുന്നതാണ്, നിങ്ങൾക്ക് അസുഖം ഞാൻ മനസ്സിലാക്കി, എനിക്കത് എന്തുകൊണ്ടോ എനിക്ക് വിഷമം, ആ ഡോക്ടർമാരോടും നിങ്ങളടുത്ത് പണത്തിനായിട്ട് നിങ്ങളെ ഉപദ്രവിച്ചവരോടൊക്കെ എനിക്ക് വളരെ ദേഷ്യം, ഏത് ആശുപത്രിയാണെന്നൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു മെസ്സേജ് അയച്ചു. അപ്പോൾ അവരെ നമ്പർ തന്നു. അങ്ങനെ ഞങ്ങൾ ഇത് 3-4 കൊല്ലങ്ങളായിട്ടേ ഉള്ളൂ, 4-5 കൊല്ലങ്ങൾക്കുള്ളിൽ ഉണ്ടാകും തോന്നുന്നു. പക്ഷേ ഞാൻ സംസാരിച്ചു, അവരെന്നെ മോനെന്നും ഞാൻ അവരെ അമ്മയെന്നുമാണ് അഭിസംബോധന ചെയ്തത്. അങ്ങനെ ഞാനും അവരും പരിചയപ്പെട്ടു. ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാൻ എന്തുകൊണ്ടാണ് ഇവരൊരു കഥാപാത്രമായി ഇന്ന് ഞങ്ങളോട് പരിചയപ്പെടുത്തുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവരുടെ പേരോ അവരുടെ കേരളത്തിലാണ് അവരുടെ ഐഡൻറ്റിറ്റി, ഞാൻ അവരുടെ കോൺഫിഡൻഷ്യാലിറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഐഡൻറ്റിറ്റി ഒന്നും വെളിപ്പെടുത്തുന്നില്ല. മനുഷ്യൻ്റെ രൂപത്തിലൊക്കെ ദൈവങ്ങൾ ഉണ്ടാകുന്ന നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളൂ. ഇവരോട് നമ്മൾ സംസാരിച്ചാലും ഇവരെ കണ്ടിട്ട് വന്ന ഒരു സുഹൃത്ത് ബാംഗ്ലൂരിലുള്ള എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, അത്രയും ബഹുമാനത്തിനും സ്നേഹത്തിനും അർഹിക്കുന്ന ഒരു അവരൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഇവരുടെ എഴുത്തും വായനയും, പിന്നെ ഞാനും അവർ കുറേ സംസാരിക്കാനൊക്കെ തുടങ്ങി. അവരുടെ മോളോടും അവരുടെ അനുജത്തിയുടെ ഹസ്ബൻഡിനോടൊക്കെ ഞാനും എൻ്റെ വൈഫൊക്കെ ഞാനും സംസാരിക്കും. പിന്നെ എൻ്റെ വൈഫിനോട് എപ്പോഴും ഈ അമ്മ സംസാരിക്കാറുണ്ട്, കുക്കിങ്ങിൻ്റെ കാര്യം ഇതൊക്കെ ഞാൻ പറയാം. ഒരു സകലകലാവല്ലഭിയാണ് പുള്ളിക്കാരി. പക്ഷേ അവരെ പറ്റി പറയുമ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെ അവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും, ഒരു അപൂർവമായിട്ട് ചിലരൊക്കെ നമുക്ക് കാണുമ്പോൾ ഒരു ദൈവികത അനുഭവപ്പെടുള്ളൂ. ഒരു വളരെ ശാന്തമായിട്ടുള്ള ഇത്രയൊക്കെ സോഫ്റ്റായിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ കഴിയുക? ചിലപ്പോൾ വോയിസ് മെസ്സേജൊക്കെ ഇടുന്നതൊക്കെ, സുരേഷ് ബിസിയാണോ, ഞാൻ ഒരു 2 നിമിഷം വോയിസ് മെസ്സേജ് ഇടുകയാണെ, ഫ്രീ ആയിരിക്കുമ്പോൾ കേട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നമുക്ക് ആ സ്വരം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കാൻ തോന്നും. ഓരോ വാക്കും തേനിലും പാലിലും ഒക്കെ മുക്കി തരുന്നൊരു വാക്ക് പോലെ നമുക്ക് തോന്നും. അത് സ്നേഹവും വാത്സല്യവും കരുണയും എല്ലാ ദൈവികതയും ഒരു ആത്മാവിൽ നിന്ന് സംസാരിക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ഞാൻ ഉണരാറുണ്ട്. അങ്ങനെ ഞാൻ അവരെ പരിചയപ്പെട്ടപ്പോൾ അവർ ചില കാര്യങ്ങളിലൊക്കെ ചില വിഷമത്തിൽ
എന്തോ ഒരു എഴുതുന്ന പോലെ ഞാൻ തോന്നിയപ്പോൾ എനിക്ക് തോന്നി ഇവരോട് ചോദിക്കണം. ഞാൻ പറഞ്ഞു, ഫോൺ ചെയ്തിട്ട് അമ്മ എന്താണ് അമ്മയുടെ വിഷമം, അമ്മയുടെ കാര്യമൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹിക്കുന്നു, പറയുകയാണെങ്കിൽ പറയൂ അമ്മ. ഇന്നെനിക്ക് ഇത്ര ക്ഷീണമാണ്, വയ്യ, ഞാൻ നാളെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവരടുത്ത ദിവസം അങ്ങനെ 2-3 ദിവസങ്ങളായിട്ട് കുറച്ച് അവരാരാണെന്നും അവരുടെ ജീവിതകഥ എന്താണെന്നും അവർ എന്തുകൊണ്ടാണ് ഇടയ്ക്ക് അങ്ങനെ ദുഃഖിക്കുന്നതും എന്നെല്ലാം അവർ പറഞ്ഞു. അതൊക്കെ കേട്ടതിന് ശേഷം ദൈവമേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ നടന്ന ദുഃഖങ്ങളും അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള പലർക്കും നടന്ന ദുഃഖങ്ങളും അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾക്ക് നടന്ന ദുഃഖങ്ങളും ഇതെല്ലാം ഒന്നുമല്ല. ചിലപ്പോൾ ഇവരെക്കാളും അധികം ദുഃഖം ദുഃഖത്തിൽ കൂടെ കടന്നു പോയവർ കാണാം, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവരുടെ വിഷമങ്ങൾ കേട്ടിട്ട് അതിനുശേഷവും അവരുടെ അതിജീവിക്കുന്ന ആ ജീവിതം, ദുഃഖങ്ങൾക്കുള്ളിലാണെങ്കിലും അവർ അതിജീവിക്കുന്ന ആ ജീവിതം വളരെ മഹനീയമാണ്. ഞാൻ ഷോർട്ട് ആൻഡ് സ്വീറ്റായിട്ട് പറയാം. അവർ അതായത് ഒരു ഫാമിലിയെ പറ്റി ഞാൻ പറയാം. കച്ചി ഫാമിലി എന്നാണ് പറയുന്നത്. ഞാൻ കറക്റ്റായിട്ട് പ്രൊണൗൺസ് ചെയ്തോ എനിക്കറിയില്ല. അതായത് ഗുജറാത്തിലുണ്ടായിരുന്ന കുറച്ച് ഗുജറാത്തികളായ ബ്രാഹ്മണരെ അവിടെ ചില ഒരു മതവിഭാഗക്കാർ ഒരു കലഹത്ത് കൊണ്ട് കുറേ പേർ അവിടുന്ന് ആട്ടി ഓടിച്ചു. അവരൊന്നുമില്ല, പക്ഷെ അവരൊക്കെ നല്ല കച്ചവടക്കാരാണ്, ഗുജറാത്തികളാണ്. അവിടെ ബ്രാഹ്മണരായിരുന്നു അവർ. ഈ ബ്രാഹ്മണരെ അവിടെ ഗുജറാത്ത് വിട്ട് അവർ ഓടിപ്പിച്ചു. അവർ വന്നത് കൊച്ചിയിലാണ്. കുറേ പേര് ഓരോ ഇന്ത്യക്ക് പുറത്തൊക്കെ അവർ പോയി. കുറേ പേര് കൊച്ചിയിൽ വന്നു. കൊച്ചിയിൽ വന്നപ്പോൾ കൊച്ചിയിലുള്ള നല്ല മനസ്സുള്ള മുസ്ലിമുകൾ ഇവർക്ക് ഒരു കംഫർട്ട് കൊടുത്തു, ഇവർക്ക് ലാൻഡ് കൊടുത്തു, ഇവർക്കെല്ലാം വില കുറഞ്ഞതിലെല്ലാം കൊടുത്തു. അവർ കച്ചവടക്കാരാണ്, കുറച്ച് പണം കൊണ്ടുവന്നത് കാണുമല്ലോ. അങ്ങനെ ഒരു ലാൻഡൊക്കെ കാലത്ത് കുറേ ലാൻഡൊക്കെ വാങ്ങിച്ച് കുറച്ച് പേരൊക്കെ എല്ലാ സഹായം ചെയ്തു. ഈ ബ്രാഹ്മണരായിട്ട് ഗുജറാത്തിൽ നിന്ന് വന്ന ഗുജറാത്തികൾക്ക് അവർ ഇപ്പോഴും ഗുജറാത്തി ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. കച്ചി ലാംഗ്വേജ് എന്ന് എന്താ പറയും. ഗുജറാത്തിലെ കച്ചി എന്നെങ്ങാണ്ട് പറഞ്ഞൊരു സ്ഥലത്ത് നിന്നാണ് പറഞ്ഞത്. എനിക്ക് ആ അമ്മ പറഞ്ഞ ഓർമ്മയുണ്ട്. ശരിക്കും എനിക്കത് കച്ചി എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഈ മുസ്ലിമുകൾ ഇവർക്ക് കൊടുത്ത സ്നേഹവും ആദരവും, അവർ തന്ന സ്നേഹം കൊണ്ട് അവർ വണങ്ങുന്ന ദൈവത്തെ, അള്ളാഹുവിനെ അവർ വണങ്ങണമെന്ന് വിചാരിച്ച് പലരും അവർ മുസ്ലിമായിട്ട് മാറി. എന്നിട്ട് ഇപ്പോൾ അവർ തുടർന്ന് മുസ്ലിമായിട്ടാണ്. എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വന്നവരാണ്. ആ ഒരു കുടുംബത്തിലെ ഒരു അതിസുന്ദരനായ ഒരാളാണ് ഈ അമ്മയെ വിവാഹം കഴിച്ചത്. അപ്പോൾ ഇവരും അതേപോലെ മുസ്ലിം മതം സ്വീകരിച്ച് ആ ജീവിതത്തിലാണ് അവർ കൊല്ലങ്ങളായിട്ട് സന്തോഷമായിരുന്നു. വളരെ ചെറുപ്പത്തിൽ 16-17 വയസ്സിലാണ് അവർക്ക് വിവാഹം കഴിയുന്നത്. ഇവരുടെ കുടുംബം വലിയ കുറേ സഹോദരന്മാരും ഉള്ള വലിയൊരു കുടുംബമാണ്. അപ്പം ആ കുടുംബത്തിലുള്ള എല്ലാവരും സ്നേഹം. അവരുടെ അനുജത്തിയോടോ എനിക്ക് പരിചയമുണ്ട്. അവർ ഫോറിനിലാണ്. അവരുടെ ഭർത്താവും എന്നോടൊക്കെ സംസാരിക്കാറുണ്ട്. നല്ല സുഹൃത്താണ്. ഇത്രയും കാലങ്ങൾ പരിചയമല്ലോ. അപ്പോൾ എൻ്റെ വൈഫിനും എനിക്കും ഞങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും ഈ അമ്മയും അമ്മയുടെ ഈ അനുജത്തിയൊക്കെ നല്ല പരിചയമാണ്. അങ്ങനെ അവർ കല്യാണം കഴിച്ച് വളരെ സന്തോഷമായി ജീവിക്കുന്നു. അവർക്കൊരു മകളും ഒരു മകനും ജനിക്കുന്നു. ഈ അമ്മയുടെ ഭർത്താവ് ഫോറിനിലാണ്. ഒരു 30 കൊല്ലോ 40 കൊല്ലോ അവർ ഒന്നിച്ച് ജീവിച്ചതിൽ ആകെ ഒരു എന്താ പറയുക, ഒന്നിച്ച് ജീവിച്ച കാലങ്ങൾ വളരെ കുറവായിരിക്കും. കാരണം അദ്ദേഹം എപ്പോഴും അബ്രോഡിലായിരിക്കും. ചില കാലങ്ങളിൽ അബ്രോഡിൽ ഈ അമ്മയെയും കൊണ്ടുപോയിട്ടുണ്ട്, അവരോട് കുറെ താമസിച്ചിട്ടുണ്ട്. പക്ഷെ അവരെപ്പോഴും ഇന്ത്യയിലായിരിക്കും, അദ്ദേഹം ഫോറിനിലുമായിരിക്കും. അങ്ങനെ അവർ സന്തോഷമായി ജീവിച്ച് അവരുടെ ജീവിതം സന്തോഷമായി പോയിക്കൊണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും എല്ലാം അവർ ഇതുപോലത്തെ ഒരു ഇണപ്രാവുകളെ ലോകം കണ്ടിട്ടില്ല എന്ന് അവർ കുടുംബക്കാർ പറയാറുണ്ട്. എപ്പോഴും ഒരു സ്നേഹത്തിൽ സംസാരിക്കും. അപൂർവമായിട്ട് കൊച്ചു കൊച്ചു വഴക്കുകൾ അവർ ഉണ്ടാകുള്ളൂ. ഫോണൊക്കെ തുടങ്ങിയാൽ മൊബൈലൊന്നും ഇല്ലാത്ത കാലത്ത് കൂടി ലാൻഡ് ലൈനിൽ അവർ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അത്ര ഒരു ട്രാൻസ്പെറൻസി ഉള്ള നല്ലൊരു കപ്പിളാണ് അവർ. അങ്ങനെ സന്തോഷമായി ജീവിച്ചു കൊണ്ടിരിക്കെ ഇപ്പം എന്താണ് സംഭവിക്കുക? പല മാറ്റങ്ങളും സംഭവിക്കും. അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിഷമങ്ങളായിരുന്നു ഓരോന്നും. അത് ഞാൻ പറയാം. ഏകദേശം 40 കൊല്ലങ്ങൾക്ക് മേലെ അദ്ദേഹം ഫോറിനിൽ വർക്ക് ചെയ്തല്ലോ. ഇനി ജീവിതമൊക്കെ മതിയാം, നമ്മൾ ഇനി ഇവിടുത്തെ ഈ ജീവിതം ഒഫീഷ്യൽ ലൈഫ് മതി, ഇന്ത്യയിൽ ജീവിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതിനു മുമ്പ് ഒരു കുടുംബത്തിൽ നടന്ന് ആ യാത്ര പോകുന്നു. അതിനു മുമ്പ് ഒരു കുടുംബത്തിൽ നടന്ന വലിയൊരു ദുഃഖം എന്താണെന്ന് വെച്ചാൽ 10 വയസ്സും കണ്ടുള്ള അവരുടെ മകൻ, മൂത്തതൊരു മോള്, നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സുന്ദരിയായ ഒരു പെൺകുട്ടി
വളരെ എല്ലാവരെയും സ്നേഹിക്കുന്ന, അവരുടെ ആ സംസ്കാരത്തിനുള്ള എപ്പോഴും പ്രാർത്ഥനയൊക്കെ ചെയ്യുന്ന അങ്ങനെ വളർന്നതാണ്. അദ്ദേഹവും 5 നേരം നിസ്കരിക്കും, 2 നേരം യോഗ ചെയ്യും, യാതൊരു ദുശ്ശീലവുമില്ല, ദാനധർമ്മങ്ങൾ ചെയ്യും. അങ്ങനെ നല്ലൊരു ഭർത്താവാണ് അമ്മയ്ക്ക്. ആ അമ്മ ഭർത്താവിനെ പറ്റി പറയുമ്പോൾ നമുക്കിങ്ങനെ അയ്യോ അദ്ദേഹം അത് അങ്ങനത്തെ കഥാപാത്രമൊക്കെ ഈ ലോകത്തുണ്ടോ എന്നൊക്കെ നമുക്ക് തോന്നും. അത്ര സ്നേഹിക്കുന്ന ഒരു കഥാപാത്രം. ആക്ടേഴ്സൊക്കെ ഒന്നുമില്ല എന്ന് പറയും അവർ, അത്ര ഭംഗിയാണെന്ന്. അങ്ങനെ അവരുടെ ജീവിതം പോകുന്നു. അപ്പോൾ ആദ്യത്തെ ഇവരുടെ ജീവിതത്തിൽ നടന്ന വലിയൊരു ദുഃഖം, അവരുടെ മകൻ 10 വയസ്സെങ്ങാണ്ടുള്ള സമയത്ത് വണ്ടിയിൽ പുറത്തു പോയതാണ്, ആക്സിഡൻറ്റിൽ മരിച്ചു എന്നുള്ള ന്യൂസ്. അവരുടെ ജീവിതം ആകെ തകർന്ന്, ഈ ഒരു മകനെയൊക്കെ ഇങ്ങനെ നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ ആ കാഴ്ചകളൊക്കെ അവർക്ക് കുറേ കാലം അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല, അച്ഛനും അമ്മയ്ക്കും അവരുടെ മോൾക്കും. അത് കഴിഞ്ഞു, കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ മകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. നല്ലൊരു മരുമകൻ, നല്ല കച്ചി ഫാമിലിയിൽ തന്നെ ഉള്ളൊരു നല്ലൊരു കുടുംബത്തിലെ, വലിയ കുടുംബത്തിലെ ഒരു ആളാണ് കല്യാണം കഴിച്ചത്. അവർ സന്തോഷമായി അവർക്ക് ഒരു ജീവിതം നയിക്കുന്നു. ഈ പുള്ളിക്കാരൻ്റെ അദ്ദേഹം അബ്രോഡിൽ അങ്ങനെയൊക്കെ സന്തോഷമായി ഇടയ്ക്കിടയ്ക്ക് ഈ അമ്മ അബ്രോഡിലേക്ക് പോകും, അവരുടെ കൂടെ അവിടെ കുറച്ച് കാലം ജീവിക്കും. അങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിതം പോകുന്നു. അതിനിടയ്ക്ക് മോൾക്ക് ഒരു മോൻ ജനിക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞ് ഇനിയൊരു മോൻ ജനിക്കുന്നു. 2 ആൺകുട്ടികൾ, നല്ല ഭംഗിയുള്ള നല്ല കുട്ടികൾ ജനിക്കുന്നു. കുട്ടികളൊക്കെ വളർന്ന് 2 കുട്ടികളും സ്കൂളിലേക്ക് പോകാനൊക്കെ തുടങ്ങി. ഏകദേശം ഹൈസ്കൂളിലൊക്കെ എത്തുന്ന സമയത്ത് വീണ്ടും അവിടെ ഒരു ദുഃഖം നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് ഈ മരുമകൻ, ഈ മോളുടെ ഭർത്താവ്, അദ്ദേഹം മരിച്ചു പോകുന്നു. 2ാമത്തെ ഇടി സഹിക്കാൻ വയ്യ. അവിടുത്തെ ആ ദുഃഖത്തിനെ പറ്റി പറയുമ്പോൾ ഈ അമ്മയുടെ അനുജത്തെ എന്നോട് സംസാരിക്കാൻ പറയുമായിരുന്നു, കറിയാൻ വയ്യ എനിക്ക്, എൻ്റെ മോളല്ലേ, ചേച്ചിയുടെ മോളല്ലേ, ഈ മോളെ എല്ലാവർക്കും ഇഷ്ടമാണ്. അവരുടെ ആ സമുദായത്തിൽ തന്നെ ഒരു പെൺകുട്ടി എങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനുള്ളൊരു ഉദാഹരണമാണ് ഈ പെൺകുട്ടി. അങ്ങനെ എല്ലാ സ്നേഹത്തിൽ സംസാരിക്കും, എല്ലാവർക്കും എല്ലാ സഹായവും ചെയ്യും, എല്ലാ ഫംഗ്ഷനും പോകും, അങ്ങനെ നിസ്കരിക്കുന്നതും എല്ലാം ഉള്ളൊരു നല്ലൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് ഇങ്ങനെ വന്നല്ലോ, 2 ആൺകുട്ടികളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് സഹിക്കവയ്യാണ്ട് ചുമരിലൊക്കെ ഇടിച്ച് കരഞ്ഞതൊക്കെ പറയാറുണ്ട് അവർ. അമ്മയ്ക്കിനി എന്ത് വേണം, ഒരു മകനും മരിച്ചുപോയി, മകൾക്കാണെങ്കിൽ ഭർത്താവും അങ്ങനെ മരിച്ചു പോകാൻ 2 കുട്ടികൾ ഉണ്ട്. അപ്പോൾ ഈ അച്ഛനും അമ്മയും കൂടി വല്ലാതെ വിഷമിച്ചു. അതുകൊണ്ടൊക്കെയാണ് അദ്ദേഹം അന്നത്തെ യാത്രയിന് മുമ്പ് പറഞ്ഞതുപോലെ നമുക്കിനി ഒന്നിച്ച് ജീവിക്കാം, മകളും അങ്ങനെയൊക്കെയാണല്ലോ, മകളിപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് വന്നു, ഞാനിനി അബ്രോഡിലേക്കൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫോറിനിലേക്ക് പോയിട്ട് ഡോക്യുമെൻറ്റ്സ് ഒക്കെ വാങ്ങിക്കാനും അവിടുത്തെ സെറ്റിൽമെൻറ്റ് വാങ്ങിക്കാനൊക്കെ അദ്ദേഹം പോയി അവിടെ 2-3 ദിവസം, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങനെ തിരിച്ചു വരാനായിട്ട് അവിടെ പോയ സമയത്ത് എന്തോ ഹാർട്ടിലൊരു വേദന വന്നു. അവിടെ നിന്ന് വേഗം കൂടെ ഭാഗ്യത്തിന് ഇവിടെ ഇന്ത്യക്ക് വന്നു. അവിടെയുള്ള വലിയ വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടർക്ക് കൊണ്ടുപോയി ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ അമ്മ രാത്രിയും പകലും അവർക്ക് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സേവകളും ചെയ്ത് മരുന്ന് കൊടുത്ത് അങ്ങനെ ട്രീറ്റ് ചെയ്ത് അപ്പോഴും ഒരു സംസാരിച്ചുകൊണ്ടേയിരിക്കും. അത്ര ഒരു വിവാഹം കഴിച്ച ആൾക്കാരെ പോലെ തോന്നുന്നില്ല. അവർ പ്രേമിക്കുന്ന ആൾക്കാർ എപ്പോഴും പ്രേമമാണ്, അവർക്ക് അളവില്ലാത്തൊരു പ്രേമമാണെന്നാണ് പറയുന്നത്. അമ്മ കുറച്ച് നാണിച്ച് പറഞ്ഞില്ല, പക്ഷെ അമ്മയുടെ അനുജത്തിയും എല്ലാവരും അവരെ സ്വന്തം ബന്ധങ്ങളൊക്കെ ഇവർ അങ്ങനത്തെ ഒരു ഇണപ്രാവുകളാണ്. ഒരു ഭാര്യയും ഭർത്താവും എന്ന് വെച്ചാൽ ഇങ്ങനെ ഉണ്ടാകണം എന്നുള്ളതിനൊരു പ്രതീകം എന്ന് വേണമെങ്കിൽ പറയും. പക്ഷെ അദ്ദേഹം ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഒരു ദിവസം അദ്ദേഹം മരിച്ചു പോകുന്നു. ഈ കുടുംബക്കാർക്ക് ഇപ്പോൾ ഈ മരണത്തെക്കാളും ദുഃഖം ഈ വാർത്ത എങ്ങനെയാണ് ഈ അമ്മയെ അറിയിക്കുക, അവരുടെ കുടുംബക്കാർക്കൊക്കെ സഹോദരി എങ്ങനെ അറിയിക്കുക? ബാബി എന്നാണ് ഇവരെല്ലാവരും വിളിക്കുക. ഈ അമ്മയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരൊക്കെ ബാബി എന്നാണ് വിളിക്കുക. എല്ലാവർക്കും ഒരു അമ്മയെപ്പോലെ, ഒരു ചേട്ടത്തിയമ്മ എന്നാണ് ബാബി എന്നുള്ള പേരിന്. അങ്ങനെ എങ്ങനെയൊക്കെയോ ഇവർ വളരെ വളരെ മെല്ലെ അറിയിച്ചിട്ട് വീട്ടിലേക്ക് ഇങ്ങനെ ബോഡി കൊണ്ടുവരുമ്പോഴാണ് ഒരു സഹിക്കാൻ പറ്റിയില്ല അവർക്ക്. പറയുമ്പോൾ എനിക്ക് തന്നെ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ സ്നേഹിച്ചവർ പെട്ടെന്ന് അകന്നു പോകുമ്പോൾ എന്തായിരിക്കും ജീവിതം? അവിടുന്നുള്ള ജീവിതം അന്ന് തൊട്ട് ഇന്ന് വരെ എത്രയോ കൊല്ലങ്ങൾ അവർ വീട് വിട്ട് പുറത്തു പോയില്ല. അവരുടെ പേരിലും അവരുടെ ഭർത്താവിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടി എല്ലാം ഒന്നും വേണ്ട, ഇനി എന്തിനാണ് ജീവിതം, ജീവിക്കണം അത്രയേ ഉള്ളൂ എന്നുള്ളൊരു ചിന്ത വന്നു. പക്ഷേ മോളുണ്ട്, മോള് ജീവനല്ലേ, മോളല്ലേ ഉള്ളൂ, മോള് ജീവനാണ്. മോളുടെ 2 മക്കൾ, ആ മക്കൾക്കായിട്ട് ഞാൻ ജീവിക്കണം എന്നൊരു പ്രതിജ്ഞ മനസ്സുകൊണ്ട് അവരെടുത്തു.
എങ്കിലും പണ്ടത്തെ പോലെ പുറത്ത് പോകാനോ ആഹ്ലാദിച്ചിരിക്കാനോ ഇന്ന് വരെ ഇല്ല. അവർക്കങ്ങനെ എത്രയോ കൊല്ലം ഞാൻ പരിചയപ്പെട്ടതിന് ശേഷം കൂടി സുരേഷ് പുള്ളിക്കാരൻ മരിച്ചതിന് ശേഷം ഞാൻ ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല. എൻ്റെ മക്കൾ സ്വന്തക്കാർ കുറേ കാലം അവർ ആരോടും ഫോണിലും അവർ സംസാരിച്ചിരുന്നില്ല, ആരോടും മിണ്ടില്ല. അവരിങ്ങനെ വീട്ടിലിരിക്കും, ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് വീട്ടിലിരിക്കും. മോളോട് മാത്രം സംസാരിക്കും, കൊച്ചുമക്കളോട് സംസാരിക്കും. അങ്ങനത്തെ ആ ഒരു സമയത്താണ് അവരുടെ ഫാമിലിയിലെ ഒരു പഠിച്ചൊരാൾ നിങ്ങൾ മോള് നന്നായി എഴുതുമല്ലോ, അപ്പോൾ എന്തുകൊണ്ട് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ നോക്കിക്കൂടാ, എന്താണെന്നറിയില്ല ഫേസ്ബുക്ക്. അങ്ങനെ അതൊക്കെ പഠിച്ച് പിന്നെ അങ്ങനെയാണ് ഫേസ്ബുക്കിൽ വന്നതും. അവർ ഫോൺ നമ്പറിൽ ഏകദേശം ഒരു 20 പേരുണ്ടാവും. അത് 20 പേരുടെ കുടുംബക്കാരാണ്. അത് കഴിഞ്ഞ് അടുത്ത കാലത്ത് 3-4 പേരുണ്ട്, സ്വന്തം ബന്ധങ്ങളല്ലാത്തൊരു 3-4 പേര് ഫോണിൽ. അതിൽ ഞാനും ഒരാളാണ്. ഞാൻ ഇതുവരെ അവരെ കണ്ടിട്ടില്ല, നേരിട്ട് കണ്ടിട്ടില്ല, ഫോട്ടോ കണ്ടിട്ടുണ്ട്. അവരുടെ മകളെയും കൊച്ചുമക്കളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവർ അനുജത്തിയുടെ ഭർത്താവിനും എനിക്ക് അറിയാൻ കണ്ടിട്ടുണ്ട്. അതും മൊബൈലിലാണ് കണ്ടിട്ടുള്ളത്. പക്ഷെ അവർ എത്രയോ കാലം വീട് വിട്ട് പുറത്തു പോയി. പിന്നെ കൊച്ചുമക്കൾ വളർന്നതിന് ശേഷം അവർ തൻ്റെ അമ്മൂമ്മയെ നിർബന്ധിച്ച് വണ്ടിയിലിരുത്തി പുറത്ത് കൊണ്ടുപോയി. അവർ 99% അവർ വെജിറ്റേറിയനാണ് കഴിക്കുള്ളൂ. അതായത് ഒരു ഫിഷിൻ്റെ ഒരു ഐറ്റം മാത്രം, പ്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അത് മാത്രം അവർ കഴിക്കുന്നതാണ് പറഞ്ഞത്. നമുക്ക് അതും അടുത്ത കാലത്ത് നിർത്തി എന്നാണ് പറഞ്ഞത്. അവർ വെജിറ്റേറിയനാണ് അവർക്ക് ഇഷ്ടം. ജീവിതത്തിൽ വേറെ ഒന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ കഴിച്ചിട്ട് വളരെ കുറവായി. ചെറുപ്പത്തിൽ കൊടുത്തു കാണും, പക്ഷെ മനസ്സുകൊണ്ട് അവർക്കൊരു നോൺ വെജ് കഴിക്കാൻ അത്ര ഇഷ്ടമല്ല. പക്ഷെ നല്ല കുക്കാണ്. ഇപ്പോൾ ഈ ദുഃഖത്തിൽ വീട്ടിലിരിക്കുകയാണ്, എവിടെയും പുറത്തു പോകില്ല. അങ്ങനെയാണ് കുറേ കാലം. പിന്നെ പറഞ്ഞല്ലോ കുറച്ച് മുമ്പ് കൊച്ചുമക്കൾ കൊണ്ടുപോകുന്ന അത് മാത്രമുണ്ട്. വല്ലപ്പോഴും നിർബന്ധിച്ച് കൊണ്ടുപോയാൽ അങ്ങനെ പോകും. ഇപ്പോൾ മെല്ലെ കുറച്ച് ഇങ്ങനെ മാറി വരുന്നുണ്ട്. എങ്കിലും തൻ്റെ മകനെയും തൻ്റെ മരുമകനെയും പ്രത്യേകിച്ച് തൻ്റെ ജീവിത പങ്കാളിയും ഓർത്തിട്ട് കണ്ണു നനയാത്ത ഒരു രാത്രി പോലും ഒരു പകൽ പോലും ആ അമ്മയ്ക്കില്ല. ഇങ്ങനെയൊക്കെ, കാരണം അത്ര സ്നേഹമുള്ള ഒരു ഹൃദയമാണ്. അവർക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക? ഞാൻ പല പ്രാവശ്യം ആത്മീയതയും അതൊക്കെ സംസാരിച്ച് അവരെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കും. അതൊക്കെ സുരേഷ് കടന്നു പോകുന്ന എനിക്കില്ല വേദന അറിയുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ തോറ്റു പോകും അവരുടെ അടുത്ത്. എനിക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് സംസാരിക്കുമ്പോൾ അധികം സാഹിത്യത്തിനെ പറ്റിയാണ് സംസാരിക്കുക. എൻ്റെ കുടുംബകാര്യങ്ങൾ, ഞങ്ങൾ സ്പീക്കറിലിട്ട് ഞാനും എൻ്റെ വൈഫും അധികം സംസാരിക്കുക. അപ്പോൾ ആഹാരത്തിനെ പറ്റിയും ഫുഡിനെ പറ്റിയും ഗുജറാത്തിലെ സംസ്കാരം, അവിടുത്തെ ആഹാര രീതി. കാരണം നമ്മുടെ കേരളത്തിലെ ആഹാര രീതി ഒന്നല്ല ഇവരുടെ ജീവിത രീതി, ആഹാര രീതി, വസ്ത്രധാരണം എല്ലാം ടോട്ടലി ഡിഫറെൻ്റാണ്. മക്കളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിക്കില്ല, ഒരു ഗുജറാത്തി കച്ചി ലാംഗ്വേജ് അറിയുള്ളൂ, അത്രയൊന്നും മലയാളം അറിയില്ല. കുറച്ചൊക്കെ ഇവിടെ പഠിച്ചതുകൊണ്ട് അവർക്കും മോൾക്കും അറിയാം. മക്കൾക്കും അറിയില്ല. ഒരു കൊച്ചുമോൻ ഇപ്പോൾ അബ്രോഡിലാണ്, ഇനിയൊരു മോൻ ഇവിടെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്. ഈ കൊച്ചുമക്കളെ കണ്ട് കുറേശ്ശെ ദുഃഖത്തിൽ നിന്ന് അവർ മാറി വരുന്നു. അടുത്ത കാലത്ത് പിന്നെ അവരുടെ കമ്മ്യൂണിറ്റിക്ക് മാത്രമുള്ളൊരു മാസികയിൽ നല്ല ചെറുകഥകൾ എഴുതും, നന്നായി എഴുതും. ഈ അമ്മയുടെ അനുജത്തിയും അവരുടെ എഴുത്ത് ഞാനതൊരു ഫാനാണ്. അപ്പോൾ ഞാൻ പറയും, ഈ അമ്മയുടെ എഴുത്ത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ അമ്മയുടെ അനുജത്തിയുടെ ചെറുകഥകൾ, കാരണം നല്ല സമ്പദ് സമൃദ്ധിയുള്ള ഒരു ഫൈനാൻഷ്യലി കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാർ, ഒരു അനുജത്തി വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കഥകളൊക്കെ എങ്ങനെയാണ് എഴുതുക എന്നുള്ളൊരു എനിക്കൊരു വിസ്മയം എപ്പോഴും ഉണ്ടാവും. ഞാൻ നല്ല കമൻറ്റ് എഴുതും അവർക്ക്. ഈ അമ്മയ്ക്ക് ഞാൻ കുറവായിട്ട് എഴുതുള്ളൂ. അപ്പോൾ അമ്മയ്ക്ക് ഞാൻ ഫോൺ ചെയ്ത് പറഞ്ഞില്ലേ എന്നൊക്കെ പറയാം. സാരമില്ല, മോൻ വായിച്ചല്ലോ, അത് മതി എന്ന് അങ്ങനെ പറയുന്ന മനസ്സുള്ള ഒരാളാണ്. വളരെ ശാന്തമായി, ഞാൻ പറഞ്ഞില്ലേ അതിന് മുമ്പ്, വളരെ ശാന്തമായി സംസാരിക്കുന്ന, സ്നേഹിക്കുന്ന, കരുണയുള്ള, ഒന്നിനും കംപ്ലൈൻ്റ് ഇല്ലാത്ത ഒരമ്മ. അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഓരോ കഥകൾ പറയും അവരോട്. അപ്പം പിന്നെ കുറേ തമാശകൾ പറഞ്ഞ് അവരയ്യോ സുരേഷ് ഇന്ന് ഞാൻ വയറുവേദനയ്ക്ക് മരുന്ന് കഴിക്കേണ്ടി വരുമല്ലോ, എന്താണെന്ന് സംസാരിക്കാൻ പോകണം. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ തമാശകൾ എവിടെയൊക്കെ കേൾക്കുന്നതൊക്കെ ശേഖരിച്ച് വെച്ചിട്ട് ഈ അമ്മയോട് സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന പോലെ ഈ ജോക്സൊക്കെ പറയും. അവർ പൊട്ടിച്ചിരിക്കും. അങ്ങനെ മെല്ലെ എന്നോട് സംസാരിക്കുമ്പോൾ ഒരു എന്താ പറയുക, വേറൊരു അതിനൊക്കെ ഒരു വ്യതിചലനം അവർക്ക് കിട്ടാറുണ്ട്. അതിൽ ഇവരെ പറ്റി വേറെ പറയുന്നത് എന്താ വെച്ചാൽ വളരെ ക്രിയേറ്റീവാണ്. അവർ വീട്ടിലുള്ള എല്ലാ ചെടികളും, ആ ചെടികളെയൊക്കെ സ്വന്തം മക്കളായിട്ടാണ് കാണുന്നത്. ആ ചെടികളോടൊക്കെ ചെടികൾക്ക് സംസാരിക്കാൻ പറ്റുന്ന എന്നോ കണ്ടുപിടിച്ചതാണ്. അത് അമ്മയ്ക്ക് അറിയുമെന്നറിയില്ല. എല്ലാ ചെടികളോടും സംസാരിക്കും. അവർ എവിടെയും പോകാത്ത ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കണം. വീട് അത്ര ക്ലീൻ ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ വീട്ടിലെ എൻ്റെ ഒരു ഫ്രണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പോയിട്ട് വന്ന ഫ്രണ്ട്
അത്ര നീറ്റായിരിക്കും വീടും, അവരുടെ ചെടികളും, പിന്നെ പുള്ളിക്കാരി നല്ല വരയ്ക്കും. എന്തെങ്കിലും ചെറിയ ഒരു എന്താ പറയുക, വ്യത്യസ്തമായ പാത്രങ്ങളിൽ പെയിൻറ്റിങ് ഒക്കെ ഇട്ടിട്ട്, പിന്നെ ഓരോ പൂക്കളും പൂക്കുന്ന സമയത്ത് കൊച്ചു കുട്ടികളെ പോലെ ആ പൂക്കളെടുത്ത് അതിനെയൊക്കെ ഫോട്ടോ എടുത്ത് വളരെ വേണ്ടപ്പെട്ട ആകെ അത് പറഞ്ഞില്ല 25-30 ഉണ്ടാവും ഒരു നമ്പർ അവർക്ക്. അതിൽ എല്ലാവർക്കും അത് വാട്സപ്പിൽ അങ്ങനെ അയക്കും. മറ്റുള്ളവരെ പറ്റി പിന്നെ കുടുംബത്തിലുള്ള ഇവിടെ വീട്ടിലിരുന്നാലും ദുഃഖിക്കുന്നവർ, എന്താണ് വേറെ എന്തെങ്കിലുമൊക്കെ കഷ്ടതയിൽ കൂടെ അനുഭവിക്കുന്നവർക്കൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞ് ആർക്കൊക്കെ സഹായിക്കാൻ പറ്റുമോ അവർക്കൊക്കെ സഹായിച്ച്. സാമ്പത്തികമായിട്ട് അവർക്കൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അവർക്ക് കുറച്ച് വീടും പിന്നെ കുറച്ച് റെൻ്റൽ ഇൻകമും എല്ലാം ഉണ്ട്. ഇപ്പോൾ കൊച്ചുമോനുമൊക്കെ ജോലിക്ക് പോകുന്നു. സാമ്പത്തികമായിട്ട് അവർക്ക് ഒരിക്കലും ഉണ്ടാകില്ല, ഇനി ഒരിക്കലും ഉണ്ടാകുമില്ല. അവർ അങ്ങനത്തെ ഒരു കുടുംബമാണ്. പക്ഷേ ഈ മാനസികമായിട്ടുള്ള ആ വേദന അവർക്ക് സഹിക്കാൻ വയ്യ. പക്ഷേ ഇത്രയും വേദന അനുഭവിച്ചുകൊണ്ടും അവർ കവിതകൾ എഴുതുന്നുണ്ട്, മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന നല്ല മോട്ടിവേഷനായിട്ടുള്ള ആർട്ടുകൾ എഴുതാറുണ്ട്, വളരെ നല്ല ചെറുകഥകൾ. എനിക്ക് വാസ്തവത്തിൽ ഞാൻ DC ബുക്സിനോടൊക്കെ സംസാരിക്കാൻ പോവാണ്. ഓരോ 4-5 ചെറുകഥകളെ അവർക്ക് ഇഷ്ടമില്ല അങ്ങനെ ഫേമസ് ആകാനോ. ഞാൻ പറയാം, അമ്മയുടെ എഴുത്തൊക്കെ എത്ര നന്നായിട്ടുണ്ടല്ലോ. അമ്മ എന്തിനാണ് ഉമ്മ, എനിക്കെന്തിനാണ് ആ പേരൊക്കെ, നിങ്ങളൊക്കെ നന്നായിട്ടെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ എഴുതുന്നതാണ്. അത് നിങ്ങൾക്ക് വേണ്ടി എഴുതുന്നു. അത് കഴിഞ്ഞാൽ ഞാൻ മറന്നു. ചിലപ്പോൾ ഞാൻ ചില കഥകളൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ട് ആലോചിച്ചിട്ടൊക്കെ എനിക്ക് സമയം ഉണ്ടാകില്ല, അത് ഫ്രെയിം ചെയ്ത് ഞാൻ വയ്ക്കും. കഥകളോ അതിൻ്റെ കഥ രേഖകൾ എന്ന് പറയില്ല, 2 ലൈനേഴ്സ് 3 ലൈനൊക്കെ പറഞ്ഞിട്ട് ഞാൻ അമ്മ ഇങ്ങനെ എഴുതിയാന്ന് അങ്ങനെ എഴുതിയാന്നൊക്കെ പറയും. ചിലത് അമ്മ പറയാം അതൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ എഴുതില്ല, അതൊന്നും പറ്റില്ല. ചിലത് അത് ധാർമ്മികമായിട്ട് നല്ല മൂല്യങ്ങളുള്ള നല്ല കഥകൾ, അതിലൊരു അഹങ്കാരമുള്ള കഥാപാത്രത്തിനെ പറ്റി പറയും, അത് വേണ്ട, എല്ലാം നല്ല ആൾക്കാരെ പറ്റി പറയണം എന്ന് പറയും. അപ്പോൾ ഈ അമ്മയ്ക്ക് വേണ്ടി ഞാൻ വണ്ടിയിലൊക്കെ വരുമ്പോൾ ആലോചിച്ച് ഒരു ദിവസം പറയും ഇങ്ങനെ ഒരു കഥ എഴുതിക്കൂടെ. അപ്പോൾ ഞാൻ പറയുന്ന കഥ അവർക്ക് ശരി എഴുതാമെന്ന് പറയും. പക്ഷേ എഴുതി വരുമ്പോൾ ഞാൻ ആലോചിക്കും ഇത് ഞാൻ പറഞ്ഞ കഥയല്ലല്ലോ, അത്രത്തോളം അതിന് വേറെ ഒരു രൂപം കൊടുത്ത് നല്ല ഭംഗിയായിരിക്കും അവരൊക്കെ ചെറുകഥകൾ. ഞാനിപ്പോൾ ഒരു ഐഡൻറ്റിറ്റി ഞാൻ പറയാത്തത് കൊണ്ട് എനിക്ക് അവരുടെ കഥകളെ പറ്റി ഒന്നും പറയാൻ പറ്റുന്നില്ല. അവരോട് ഞാൻ ഇന്നലെ സംസാരിച്ചു, ഞാൻ അമ്മയെ പറ്റി ഇങ്ങനെ മോൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞു. അല്ല, ഞാൻ ഐഡൻറ്റിറ്റി ഞാൻ പറയുന്നില്ല, ഞാനിത് പോസ്റ്റാക്കിയിട്ട് യൂട്യൂബിലിട്ടിട്ട് അതിൽ അമ്മ അത് കേൾക്കൂ. അതിൽ പിന്നെ അമ്മയുടെയും അമ്മയുടെ മോളുടെയൊക്കെ അനുവാദം ഉണ്ടെങ്കിൽ ഞാൻ അടുത്ത ഒരു പോസ്റ്റ് ഇടുന്ന സമയത്ത് ഞാൻ അമ്മയുടെ ചെറുകഥകളെ പറ്റിയും അമ്മയുടെ പേരും അമ്മയുടെ ഫോട്ടോ ഒക്കെ ഞാൻ അറിയിക്കാമെന്നൊക്കെ പറഞ്ഞു. അവർ പറഞ്ഞു മോൻ എന്ത് പണി ചെയ്തോളൂ. അല്ല വേണ്ട അമ്മ, ഞാൻ ഇങ്ങനെയാണ് ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ ഒരു ഐഡൻറ്റിറ്റി ഞാൻ റിവീൽ ചെയ്യാത്തത്. ഏതായാലും ആ അമ്മ ഇപ്പോൾ അവർ അതിൽ നിന്ന് മെല്ലെ അവർ വരുന്നുണ്ട്, അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുന്നുണ്ട്. അതിനവർക്ക് ആത്മീയത പറഞ്ഞാൽ അവർ ആത്മീയത പറയുന്നത് എല്ലാവർക്കും ബഹുമാനം കൊടുക്കുന്നത്, എല്ലാവരെയും സ്നേഹിക്കുന്നത്, എല്ലാവർക്കും കരുണ നൽകുന്നത്. ദൈവത്തിൻ്റെ പേരും പറഞ്ഞിട്ട് കുറേ പേര് ക്രൂരരായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു സമുദായത്തിലെ പലരെയും നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എല്ലാവരും അല്ല, 1% അങ്ങനെ ഉണ്ട്. ഒരു ഭാഗത്ത് ഭയങ്കര ഭക്തിയാണ്, ഒരു ഭാഗത്ത് വളരെ ക്രൂരതയാണ്. അങ്ങനെയൊന്നുമല്ല, അവരങ്ങനെ മതത്തിൻ്റെ ഭ്രാന്തില്ല, ഭക്തിയുടെ ഭ്രാന്തില്ല, പ്രാർത്ഥന ഭ്രാന്തില്ല, ഞാൻ പറയുന്നതാണ് ശരി എന്നുള്ള ശാഠ്യമില്ല. അവർക്ക് എല്ലാവരെയും സ്നേഹിക്കണം, എല്ലാവർക്കും സഹായിക്കണം, കരുണ ഉണ്ടായിരിക്കണം എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ജീവിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഈ അമ്മ. ആ അമ്മയ്ക്ക് അവർ ദുഃഖങ്ങളൊക്കെ മാറി അവർ സന്തോഷമായിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ കൊച്ചു ഇൻട്രൊഡക്ഷൻ ഞാനിവിടെ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.